നമസ്കാരം. കോൺഗ്രസ് നേതൃത്വത്തിനെ ഇപ്പോൾ വല്ലാതെ വെട്ടിലാക്കുന്ന ഒരു പ്രക്രിയയായി തീർന്നിരിക്കുന്നു DCC പ്രസിഡന്റുമാരെ കണ്ടെത്തുക എന്നുള്ളത്. അതായത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക്, അത് കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലേക്കും പഞ്ചായത്തുകളിലേക്കും നടക്കാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മതിയായിരുന്നില്ലേ എന്നൊരു ചോദ്യം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പാർട്ടി നേതൃത്വത്തോട് ചോദിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് VD സതീശൻ അടങ്ങുന്ന അല്ലെങ്കിൽ യുവനിരയ്ക്ക് എന്നു മുതൽ സുധാകരൻ അനഭിമതനായി തീർന്നോ അന്നു മുതൽ അദ്ദേഹത്തിന് ഏറെ ജനകീയനായ സുധാകരനെ പാർട്ടിയുടെ KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം അദ്ദേഹം തന്നെ കൊണ്ടിരുത്തിയ DCC പ്രസിഡന്റുമാരെ പലരെയും മാറ്റണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ DCC പ്രസിഡന്റുമാരായി ഇരുന്ന പലരെയും പല കുതന്ത്രങ്ങളിലൂടെയും പുറത്താക്കി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിലൊരു കാഴ്ചയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റായിരുന്ന പാലോട് രവിയുടെ പുറത്താക്കലിലൂടെ നാം കണ്ടത്. അങ്ങനെ നിരവധി പാലോട് രവിമാരാണ് ഇങ്ങനെ ഈ അബദ്ധം പറയുന്നവരോ അല്ലെങ്കിൽ പ്രായത്തിൽ കൂടിയവരോ ഒക്കെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ പാർട്ടിയുടെ പുതിയ DCC പ്രസിഡന്റുമാരാകാനായി ഉടുപ്പും തച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനൊരു പേരുദോഷമായിട്ട് ആകെ ഉള്ളത് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാറ്റാൻ സാധ്യതയില്ലാത്ത DCC പ്രസിഡന്റുമാരായിട്ടുള്ളത് VS ജോയി മലപ്പുറത്തും എറണാകുളത്ത് മുഹമ്മദ് ഷിയാസുമാണ്. ഷിയാസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോഴിക്കോട് പ്രവീൺ കുമാർ എന്ന നേതാവും ഒക്കെ ഇവർക്കിടയിൽ മാറ്റി നിർത്താൻ സാധ്യതയുള്ള ആയിട്ടുള്ള പ്രസിഡന്റുമാർ ഇവർ മാത്രമാണ്. എന്നാൽ തിരുവനന്തപുരത്ത് ശരത് പ്രസാദിന്റെ പേര് കേൾക്കുന്നുണ്ട്, അനിൽ ചെമ്പഴന്തിയുടെ പേര് കേൾക്കുന്നുണ്ട്, അതുപോലെ അജയ് തറയിലിന്റെ പേര് എറണാകുളത്ത് കേൾക്കുന്നുണ്ട്. കൂടാതെ ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ യുവാക്കളെയാണ് കൊണ്ടുവരാൻ എന്ന് പറയുമ്പോൾ ഒരു വേള KPCC പ്രസിഡന്റുമാരായിരുന്നവരും DCC പ്രസിഡന്റുമാരായിരുന്നവരും ഒക്കെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി DCC പ്രസിഡന്റുമാരാകാനായി ഉടുപ്പ് തച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. അതായത് DCC പ്രസിഡന്റുമാരായി വരുന്നവരൊക്കെ തന്നെ 70 വയസ്സിന് മേൽ പ്രായമുള്ളവരാണ്. ഉദാഹരണം, പാലോട് രവി എന്ന നേതാവിനെ മാറ്റി അടുത്ത DCC പ്രസിഡന്റായി നിയമിച്ചിരിക്കുന്ന പാലോട് രവിയേക്കാൾ വയസ്സിന് മൂത്ത ഏതാണ്ട് 80 വയസ്സിനടുത്ത് നിൽക്കുന്ന ശക്തൻ നാടാരെയാണ് ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. അങ്ങനെ KPCC അതായത് AICC KPCCക്കും താഴെക്കടക്കമായി DCCക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ടാണ് ഏതാണ്ട് 70 വയസ്സ് കഴിഞ്ഞ നിരവധി നേതാക്കളെയാണ് ഇത്തരത്തിൽ DCC പ്രസിഡന്റുമാരാക്കാനായിട്ട് പേരുകൾ നിർദ്ദേശിക്കാനായി ഇവിടെ ഇങ്ങനെ പട്ടിക ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, പിന്നെ ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ എന്നിങ്ങനെ അതായത് ഈ അതായത് കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ജില്ലകൾ ഒഴികെ ബാക്കിയുള്ള ഏതാണ്ട് എല്ലാ ജില്ലകളിലും തന്നെ കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള നേതൃത്വം, അതായത് സണ്ണി ജോസഫ് അടങ്ങിയിട്ടുള്ള വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള, അനിൽകുമാർ ഉൾപ്പെടെയുള്ള പുതിയ കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്ന ആൾക്കാർ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതമായി അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ സമവാക്യങ്ങളൊക്കെ തീർത്തുകൊണ്ട് ഇതുവരെ ഉണ്ടാവാത്ത തരത്തിൽ ഉള്ള പേരുകൾ നിശ്ചയിച്ചിരിക്കുന്നത് തന്നെ DCC പ്രസിഡന്റുമാരായി ഇവർ കണ്ടെത്തിയിരിക്കുന്ന പേര് തന്നെ യുവാക്കൾക്കിടയിൽ വൻ പൊട്ടിത്തെറി, പാർട്ടിക്കകത്ത് ഒരു വൻ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് MM ഹസനെ പോലെയുള്ള, പിന്നെ നമ്മുടെ PJ കുര്യനെ പോലെയുള്ള, മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള ഇങ്ങനെ നിരവധി തവണ മത്സരിച്ച് MP-യും MLA-യും ഒക്കെ ആയിട്ടുള്ളവർ, മന്ത്രിയും ഒക്കെ ആയിട്ടുള്ളവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി മത്സരിക്കണമെന്ന ആഗ്രഹവും മറ്റും ഒക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ പാർട്ടിയുടെ സംഘടനാ തലത്തിൽ DCC പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ വൻ പൊട്ടിത്തെറി കോൺഗ്രസിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇപ്പോൾ ചെമ്പഴന്തി അനിലിന്റെ കാര്യം പറയുമ്പോഴോ ശരത് പ്രസാദിന്റെ കാര്യം പറയുമ്പോഴോ, ചെമ്പഴന്തി അനിൽ പാർട്ടിക്ക് വേണ്ടി നിരവധി തവണ പോലീസ് മർദ്ദനമേറ്റ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് സംഘടനാ തലത്തിൽ ഇന്ന് വരെ ഒരു അനുയോജ്യമായ ഒരു സ്ഥാനമോ മറ്റോ ഇതുവരെ കിട്ടിയിട്ടില്ല. ശരത് പ്രസാദിനെ സംബന്ധിച്ച് ശരത് പ്രസാദ് ഒരു തവണയെങ്കിലും MLA ആയ ആളാണ്. ഇങ്ങനെ എന്നാൽ നമുക്ക് മറ്റ് നേതാക്കളെ നോക്കുമ്പോൾ മോഹൻകുമാർ എന്ന ഒരു തവണ MLA ആയ വ്യക്തി, VS ശിവകുമാർ, ശബരിനാഥൻ, ഇങ്ങനെ നിരവധി പേർ ഒരു തവണ MLA-മാരായ, എന്നാൽ ശബരിനാഥൻ ഇവർക്കിടയിലൊക്കെ തന്നെ G കാർത്തികേയന്റെ മകൻ യുവാവാണ്. അദ്ദേഹത്തിന് ഇതുപോലെ സംഘടനാ തലത്തിലോ അല്ലെങ്കിൽ MLA ആയിട്ടോ ഒക്കെ സ്ഥാനക്കയറ്റം നൽകേണ്ടത് തന്നെയാണ്. അപ്പോൾ നാം ആകെ കൂടി പറയുമ്പോൾ DCC പ്രസിഡന്റുമാരായിട്ട് ഇപ്പോൾ ഈ പറയുന്ന പുതിയ ഭാരവാഹികൾ, സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള, വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളവർ കണ്ടെത്തിയിരിക്കുന്ന പേരുകാരൊക്കെ തന്നെ പാലോട് രവിയേക്കാളും പ്രായമുള്ള 70 വയസ്സ് കഴിഞ്ഞവരാണ്. എന്നാൽ 70 വയസ്സ് കഴിഞ്ഞ മാനദണ്ഡം പറയുമ്പോഴും പാർട്ടിക്ക് വേണ്ടി നിരവധി തവണ സമരങ്ങളിൽ പങ്കെടുത്ത് പോലീസിന്റെ തല്ലും മറ്റും ഒക്കെ കൊണ്ട് പാർട്ടിക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ചവരും ഉണ്ട്. അവരെ കൂടി പരിഗണിക്കണമെന്നും കോൺഗ്രസ് പാർട്ടി അനുഭാവികൾ ആവശ്യപ്പെടുന്നതിൽ തെറ്റുണ്ടോ?